MJ സിനിമാസ് വി ഫ്രണ്ട്സ് പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ KH അബ്ദുള്ള നിർമ്മിച്ച മുന്ന ഇഷാൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഗുലാൻ തട്ടുകട എന്ന സിനിമയുടെ പൂജാകർമ്മം നടന്നു. വൈറ്റില മെർമെയ്ഡ് ഹോട്ടലിൽ നടന്ന പൂജാ ചടങ്ങിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിശിഷ്ടാതിഥിയായി. നിരവധി മുൻനിര സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ച് പരിചയമുള്ള മുന്ന ഇഷാൻ സ്വതന്ത്ര സംവിധായകനാകുന്ന സിനിമ കൂടിയാണ് ഗുലാൻ തട്ടുകട. ഒരുപാട് പേർ കലാകാരന്മാർ ഒരുമിച്ച് കലാകാരികൾ ഒരുമിച്ച് നടത്തുന്ന ഒരു ടീം വർക്കാണ്. അത് നല്ല ഒരു പ്രോഡക്റ്റായി മാറുന്നത്. ഗുലാൻ്റെ തട്ടുകട എന്ന ഈ സിനിമ തീർച്ചയായും എല്ലാവരെയും ചിരിപ്പിക്കുന്ന, എല്ലാവർക്കും ഒരു നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതത്തിനിടയിൽ ഒന്ന് ആർത്തിച്ചിരിക്കാൻ, എല്ലാം മറക്കാൻ, ചിരിപ്പിക്കാൻ ഒക്കെ കഴിയുന്ന നല്ല സിനിമയായി മാറട്ടെ. മലയാളികളായ നല്ല പ്രേക്ഷകർ അവരുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു നല്ല സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പൂർണ്ണമായും കോമഡി എന്റർടൈനറായി ഒരുക്കുന്ന ചിത്രത്തിൽ ഗുലാൻ എന്ന കഥാപാത്രവുമായി പ്രമുഖ ഷെഫ് സുരേഷ് പിള്ള എത്തുന്നു. ഷഹീൻ സിദ്ദിഖ്, സുധീർ കരമന, ജാഫർ ഇടുക്കി, തമിഴ് നടൻ G മാതിമുത്തു, കുഞ്ചൻ, കമ്മട്ടിപ്പാടം ഫെയ്, വിജയകുമാർ, ഡ്രാക്കുള സുധീർ, സാജൻ പള്ളുരുത്തി, സാജു കൊടിയൻ, സഞ്ജു ഭായ് തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. സംവിധായകൻ മേജർ രവി, നടൻ ബാല തുടങ്ങിയവർ അതിഥി വേഷത്തിൽ എത്തുന്നു എന്ന പ്രത്യേകത കൂടി ചിത്രത്തിനുണ്ട്. ഞാനും ഇതിനകത്തൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാണ്. മുന്നേ ഒരു 30 വർഷം പഠനം. ഈ ഗുലാൻ്റെ തട്ടുകട തിരഞ്ഞെടുത്തതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുന്നേക്കൊരു ചെറിയ തട്ടുകടയാണെന്ന് വരില്ലേ. ഇനിയിപ്പോൾ ആ തട്ടുകട വെച്ചിട്ട് കൂട്ടിയിളക്കിയാണോ എന്നെനിക്കറിയില്ല. എന്തായാലും കഥ കേട്ടിട്ടില്ല, കഥ ഓൺലൈൻ പറഞ്ഞിട്ടുണ്ട്. ഈ പടം വിജയിക്കാനായിട്ട് സാറ് പറഞ്ഞ പോലെ എല്ലാവരും പ്രാർത്ഥിക്കുക. പുതുമുഖം മസ്താനിയാണ് ചിത്രത്തിലെ നായിക. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ഷഫീഖ് അഹമ്മദ് ഈണം പകർന്നു. ഛായാഗ്രഹണം ടോൺസ് അലക്സ്, ആർട്ട് ഷിജു അടൂർ, വസ്ത്രാലങ്കാരം ആന്റണി വൈറ്റില, മേക്കപ്പ് രതീഷ് അമ്പാടി, ലിറിക്സ് സന്തോഷ് വർമ്മ, PRO S ദിനേശ് എന്നിവരാണ് ചിത്രത്തിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നത്. ഈ ഒരു സിനിമ കുറച്ച് നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സിനിമയാണ്. ഞാൻ ഈ അടുത്ത് കുറച്ച് പടങ്ങൾ ചീഫ് അസോസിയേറ്റൊക്കെ വർക്ക് ചെയ്തു. അപ്പോൾ സെപ്റ്റംബറിൽ നമ്മൾ തുടങ്ങാനിരിക്കുന്ന മറ്റൊരു സിനിമയുടെ ഭാഗമായിട്ടിരുന്നൊരു ഡിസ്കഷനിലൂടെ സംഭവിച്ച സിനിമയാണ്. പൂർണ്ണമായും എൻ്റർടൈനറായിട്ട് കോമഡി രൂപത്തിൽ ചെയ്യുന്ന ഈ സിനിമയിൽ നമ്മുടെ പ്രമുഖ ഷെഫ് സുരേഷ് പിള്ള, പിന്നെ സുധീർ കരമന, ഡ്രാക്കുള സുധീർ, ജാഫർ ഇടുക്കി, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ പടം ഈ മാസം 22-ാം തീയതി തന്നെ ഷൂട്ട് എറണാകുളത്തും പാലക്കാടുമായിട്ട് പുരോഗമിക്കും. എന്റർടൈൻമെന്റ് ഡെസ്ക്, ചാനൽ 91.